ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഒരേ വീട്ടിൽ നിന്ന് തന്നെ 3 പെൺകുട്ടികളെ മരുമക്കളായി കൊണ്ടുവന്നത് വലിയ അബദ്ധമായി എന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഞാൻ ചെയ്ത വലിയൊരു തെറ്റായി പോയത്. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവുണ്ട്. സിദ്ധു അവനെ ഭയപ്പെടണം. അവന്റെ രോഗം ഭേദമായാൽ നമ്മൾ പിടിക്കപ്പെടും. അതുകൊണ്ട് ഒരിക്കലും അവന്റെ രോഗം ഭേദമാവാൻ പാടില്ല. അതുപോലെ അവൻ സ്ഥിരമായി ഓഫീസിൽ വന്നാൽ അതും നമുക്ക് അപകടമാകും. അതുകൊണ്ട് അവൻ ഓഫീസിൽ വരുന്നത് ഒഴിവാക്കണം. അതിന് നീ തടയിടണം. ദേവിക സദാ നേരവും അവന്റെ കൂടെയുള്ളതാ നമുക്കൊരു വെല്ലുവിളി. ദേവിക ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾ പഠിച്ച പണി 18 നോക്കിയതാ. പക്ഷെ അതൊന്നും ഏറ്റില്ല. ഇനി എന്ത് ചെയ്യണോന്ന് അറിയില്ല മോനെ. എന്തെങ്കിലും ഒരു വഴി ഉടനെ ആലോചിച്ച് കണ്ടെത്തണം. എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് മുൻപ് എന്നോടൊരു വാക്ക് പറയണം. എല്ലാം വളരെ കരുതലോടെ വേണം ചെയ്യാൻ. ഓരോ ചുവടുകളും ശ്രദ്ധിക്കണം. അത് മറന്നു പോരുത്. ചേച്ചിയും കൂടെ എന്നെ അപമാനിച്ചതിന് എന്നിട്ടവരോട് പകരം വീട്ടിൽ മതിയാവും. എന്ത് ചെയ്യും? രണ്ടിനും വിളിക്കാം. രണ്ടുപേരും കൂടി വരട്ടെ. വന്ന് എണ്ണയിൽ ചവിട്ടി നിലത്ത് വീണ് രണ്ടിന്റെ നടു ഓടിയട്ടെ. ഗോപികേ, ഗോപികേ, ഇവിടെവിടെ പോയി ചത്തു തൊലഞ്ഞോ? ഗോപികേ. അനിയത്തി വന്നില്ലെങ്കിൽ വേണ്ട, ചേച്ചിയെ വിളിക്കാം. ചേച്ചി, ദേവികേച്ചി. രണ്ടും കൂടി ഇതെവിടെ പോയി? രണ്ടിന്റെ അനക്കൊന്നും ഇല്ലല്ലോ. ഗോപികേ, ദേവികേച്ചി, ചേച്ചി. അഞ്ജിതേ, അഞ്ജിതേ. ഈ അഭേട്ടൻ എന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നത്? അഞ്ജിതേ. ആ, എന്താ ബേട്ടാ? നീ ഒന്നിങ്ങ് വന്നേ. എന്താ കാര്യം? കാര്യമൊക്കെ വന്നിട്ട് പറയാം. നീ ഒന്നിങ്ങോട്ട് വാ. അഞ്ജിതേ. ആ, ദാ വന്നു. എന്താ? വല്ലാത്തൊരു തലവേദന. നീ കടുപ്പത്തിലൊരു ചായ എടുത്തേ. ഇത് പറയാനാണോ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയ? ഇത് പിന്നെ എന്റെ ഭാര്യയോടല്ലാതെ ഞാൻ വേറെ ആരോട് പറയണം? സംസാരിച്ച് നിൽക്കാതെ നീ പെട്ടെന്ന് ചായ എടുക്ക. ചെല്. ഈ നേരത്തെ അഭ്യൂട്ടിന്റെ ഒരു ചായ. അയ്യോ, അമ്മേ. അയ്യോ,
എന്താ മോളെ? അയ്യോ വേണ്ട, എനിക്ക് ആരുടെ സഹായം വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റോളാം. ഓ ശരി. എന്താ? എന്നെ വീഴ്ത്താൻ വേണ്ടി ഇവിടെ എണ്ണ എടുത്ത് ഒഴിച്ചത് ദേവികേച്ചല്ലേ? എന്നിട്ടിപ്പോ എല്ലാരും കൂടെ ചേർന്ന് എന്നെ കളിയാക്കുമല്ലേ? ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എണ്ണ ഒഴിച്ച ഞാനൊന്നുമല്ല. കള്ളൊന്നും പറയണ്ട. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നത് ചേച്ചിയല്ലേ? എന്നെ തള്ളിയിടാൻ വേണ്ടി ചേച്ചി ഇവിടെ മനഃപൂർവ്വം എണ്ണ എടുത്ത് ഒഴിച്ചു തന്നെയാ. അഞ്ജിതേ, ഞാനല്ല ഇത് ചെയ്തത്. മോളെ, ദേവിക മാത്രല്ലല്ലോ ഈ അടുക്കളയിൽ പെരുമാറുന്നേ. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വീണതാവും. നീ ഒന്ന് സമാധാനിക്ക്. ആന്റി അല്ലെങ്കിലും ദേവികേച്ചിയുടെ പക്ഷേ പറയും. നീ അമ്മയെ കുറ്റപ്പെടുത്തുവാണോ? നീ വെറുതെ ചേച്ചിയെ കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കണ്ട. കുറച്ചു മുമ്പ് ഈ അടുക്കളയിൽ നിന്ന് നീ എന്നെയും ചേച്ചിയെയും വിളിച്ചിരുന്നു. അതെ, ഞാൻ കേട്ടതാ. അതിനർത്ഥം എന്താ? നീ അടുക്കളയിൽ കയറിയിരുന്നു. അമ്മേ, ഇവള് ഒരു വട്ടല്ല, കൊറേ വട്ടം ഞങ്ങളെ വിളിച്ചിരുന്നു. നീ എന്തിനാടി അപ്പൊ ഞങ്ങളെ വിളിച്ചത്? നീ എന്തിനാ ഞങ്ങൾ അടുക്കളയിലേക്ക് വിളിച്ചതെന്ന്? അത് പിന്നെ നീ വെറുതെ കടന്ന് ഉരുളൊന്നും വേണ്ട. നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. നീ തന്നെ എവിടെ എണ്ണ ഒഴിച്ചിട്ടത് ഞങ്ങളെ വീഴ്ത്താൻ വേണ്ടിട്ട്. നീ എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് നീ ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചത്. ഇതില് തെന്നി വീണ് എന്റെയും ചേച്ചിയുടെ നടുവൊടിയണം, അതായിരുന്നു നിന്റെ ആഗ്രഹം. പക്ഷെ താൻ കുഴിച്ച കുഴിയില് താൻ തന്നെ വീണു. ഇതേ ദൈവം നിനക്ക് നൽകിയ ശിക്ഷയാ. അഞ്ജിതേ, നീ എന്തിനാ മനഃപൂർവ്വം വീണ്ടും വീണ്ടും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഇതൊന്നും ശരിയല്ല. നീയായിട്ട് ഇവിടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ നിൽക്കരുത്. നിന്റെ ഈ കൊനിഷ്ഠകളിൽ ഇടപെടാനുള്ള സമയവും സന്ദർഭവും ഒന്നും ഇവിടെ ആർക്കും ഇല്ല. എന്താ ഇവിടെ ഒരു ബഹളം? ഈ വീട് ഇപ്പൊ ഒരു ചന്ത പോലെ ആയല്ലോ. പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് ഒരു ദിവസം പോലും ഇപ്പൊ ഈ വീട്ടിലില്ല. ഒരു പ്രശ്നം കഴിയുമ്പോ മറ്റൊരു പ്രശ്നം. ഒരേ വീട്ടിൽ നിന്ന് തന്നെ 3 പെൺകുട്ടികളെ മരുമക്കളായി കൊണ്ടുവന്നത് വലിയ അബദ്ധമായി എന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഞാൻ ചെയ്ത വലിയൊരു തെറ്റായി പോയി അത്.